രോഹിതേട്ട, പത്തനാപുരത്ത് വലിയ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നു. ഇപ്പോൾ കുറച്ച് സമയം മുൻപ് രാഹുൽ മാങ്കൂട്ടം ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ഭയങ്കര ഊർജ്ജസ്വലനായി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം പത്തനാപുരത്ത് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കെ ബി ഗണേഷ് കുമാറിനെതിരെ ഇത്രയധികം സംസാരിക്കാൻ എന്ത് യോഗ്യതയാണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു പീഡന പരാതി, 3 പീഡന പരാതികൾ തനിക്കെതിരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് യോഗ്യതയാണുള്ളത്? കണ്ടടാ, ഞാൻ കണ്ടു ആ പഴയ രാഹുലിനെ ഞാനിന്ന് വീണ്ടും കണ്ടു. ഇതാണ് രാഹുൽ അനുകൂലികൾ ഇന്ന് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മേഘ ഈ ഗണേഷ് വിഷയത്തിൽ ഞാനും മേഘയും തമ്മിൽ നേഷൻ ഫസ്റ്റ് നടത്തിയ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഒന്ന് ഓടണം. അതിൽ മേഘയെ കുറിച്ച് കുറെ പരാമർശങ്ങളുണ്ട്. അതിൽ പറയുന്നുണ്ട് മേഘയും ഇരട്ടത്താപ്പുകാരിയാണ്. രാഹുൽ വിഷയത്തിൽ മേഘ കാണിച്ച സ്ത്രീപക്ഷ നിലപാടുകളൊന്നും ഗണേശന്റെ കാര്യത്തിൽ കാണാനില്ല എന്ന് കൃത്യമായി പ്രേക്ഷകർ, സ്ഥിരമായി കാണുന്ന പ്രേക്ഷകർ പറയുന്നുണ്ട്. വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗണേഷ് കുമാർ ചെയ്ത നല്ല കാര്യമല്ല, തെറ്റാണ്. ആയിക്കോട്ടെ, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഗണേശനെ വിമർശിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് എന്ന് ഞാൻ പറയും. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഈ വിഷയത്തിൽ ഗണേഷ് കുമാറിനെ വിമർശിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള ആൾ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, പരാതിക്കാരുണ്ട്, കാര്യങ്ങളുണ്ട്, അവിടെ നിൽക്കട്ടെ, ഞാൻ രാഹുലിനെ വിളിപ്പിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്താമാധ്യമങ്ങളിൽ വാർത്ത വന്ന സാഹചര്യം എന്ന് പറഞ്ഞ കേക്കട്ടെ, പറയൂ. ആദ്യം കുറച്ച് സ്ക്രീൻഷോട്ടുകൾ വരുന്നു. എവിടെ വരുന്നു? മുഖ്യധാരാ മാധ്യമങ്ങളിലാണ്. ആര് കൊടുക്കുന്നു? പെൺകുട്ടി തന്നെ കൊടുക്കുന്നു. ഇല്ല, ഉത്തരമില്ലാത്ത ചോദ്യമാണ് ആര് കൊടുത്തു എന്നുള്ളത്. പെൺകുട്ടി കൊടുത്തു എന്ന് പെൺകുട്ടി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പെൺകുട്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പെൺകുട്ടി ഓക്കെ. ഇനി ഒരു സ്ക്രീൻഷോട്ട് ആർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് ആ സ്ക്രീൻഷോട്ട് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോ VD സതീശനെതിരെ അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ ഒരു ഫോട്ടോഷോപ്പ് എക്സ്പേർട്ടിനെ കൊണ്ട് പറ്റില്ലേ? പറ്റും. അത്തരത്തിലൊരു സ്ക്രീൻഷോട്ടും 2 ഓഡിയോ ക്ലിപ്പുകളും വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്ത ചെയ്ത ചാനലിന്റെ പേരെന്താ? ആദ്യം റിപ്പോർട്ടർ ആയിരുന്നു, പിന്നീട് ന്യൂസ് മലയാളം അത് ഓഡിയോ ബ്രേക്ക് ചെയ്തു, പിന്നീട് കുറെ നാളിന് ശേഷം. അതെ, ഈ 2 ചാനലുകളും ഗണേശന്റെ നിലപാട് വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്താ? ഒരു സാധാരണ വാർത്ത അല്ലേ? 24/7 ലൈവ് ഉണ്ടോ? ചർച്ചയുണ്ടോ? അവൾക്കൊപ്പം ഹാഷ്ടാഗ് ഉണ്ടോ? ഈ പറയപ്പെടുന്ന ബിന്ദു മേനോനെ കാണാൻ ഏതെങ്കിലും മാധ്യമപ്രവർത്തക പോയോ? അവൾ ഉറങ്ങിയോ എന്ന് തിരക്കിയോ? മറ്റേത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, മറ്റേത് ചെയ്തതൊക്കെ ശരിയാണ്. ആരാ ഗണേഷ് കുമാർ? ഒരു വിഷയം ആരാണ് ഗണേഷ് കുമാർ? മന്ത്രിയാണോ MLA ആണോ വലുത്? മന്ത്രിയാണ് വലുത്. ആർക്കാണ് ധാർമ്മികത കൂടുതൽ കാണിക്കേണ്ട ആൾ? മന്ത്രിയാണ്. ഉറപ്പായിട്ടാണ് മാതൃകയാകേണ്ട ആൾ. മന്ത്രിയും MLA മാതൃകയാകേണ്ടവരാണ്. ആളാണ് ഏറ്റവും കൂടുതൽ മന്ത്രി എന്ന് പറയാം. കാരണം എന്താ? ജനത്തിന്റെ നികുതി പണം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആർക്കാണ്? മന്ത്രിക്കാണ്. സ്വാഭാവികമായിട്ടും ഗണേശനാണ്. അപ്പോ ഈ ഗണേശൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ ഒരടിക്ക് 3 അവകാശികളുള്ള ഗണേശൻ. KB ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരിക്കുമ്പോൾ പത്തനാപുരത്തെ വസതിയിലെത്തിയ ഒരാൾ ഗണേഷ് കുമാറിനെ മർദ്ദിച്ചു. അറിയാവുന്ന കഥയാണ്. ഗണേഷ് കുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഭാര്യ യാമിനി തങ്കച്ചിയാണ് മർദ്ദിച്ചത്. യാമിനി തങ്കച്ചി പറഞ്ഞു, അല്ല, പുറത്തുനിന്ന് വന്ന ഒരാൾ തല്ലി, ഭാര്യയുമായുള്ള അഭിഹിതത്തെ പറ്റി സംസാരിച്ചു. ഗണേശൻ കരഞ്ഞ് കാല് പിടിച്ചു. അപ്പൊ ജനങ്ങളും മീഡിയകളും ബാക്കിയുള്ളവരും പറഞ്ഞതാണ് ഈ തല്ലിയ ആളുടെ പേര് ബിജു രാധാകൃഷ്ണൻ, സോളാർ കേസിലെ വിവാദ നായികയുടെ അന്നത്തെ പാർട്ണർ. പക്ഷെ യഥാർത്ഥത്തിൽ ആരാ? അത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മൾ അറിയുന്നത്. അല്ല, ഇവർക്കൊക്കെ രാഷ്ട്രീയക്കാർക്കൊക്കെ നേരത്തെ അറിയാം. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു ലേഡിയുടെ ഭർത്താവ് ആണ് വന്ന് ഇടിച്ചിട്ട് പോയത്. അതിനുശേഷം അവര് ഡിവോഴ്സ് ആയി പോവുകയൊക്കെ ചെയ്തു. ഇയാൾക്ക് എല്ലാവരോടും പ്രണയമാണെന്ന് പറയുന്നത്. പ്രണയം നല്ലതാണ്. അപ്പോ ഒരിടി 3 അവകാശികൾ. എന്നിട്ട് കേരളത്തിലെ ഒരു മന്ത്രി ഒരു ബാത്റൂം സെൽഫി എടുത്ത് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക. ആരും അറിയാതെ മുഖത്തിച്ചിരി പൊട്ടിയിട്ട് ഇറങ്ങേണ്ടുന്ന സാധനമല്ലായിരുന്നു. ഇയാളുടെ പക്വതയില്ലാത്ത കുറെ കാര്യങ്ങളാണ് ഇന്നലെ ചെയ്തത്. അതായത് വനിതാ ദിനത്തിന്റെ തലേ ദിവസം ഭാര്യ കുറച്ചു നാളായി പിണങ്ങി മാറി നിൽക്കുകയാണ്. സ്വന്തം തറവാട്ട് വീട്ടിൽ സ്റ്റേറ്റ് കാറിൽ ഒരു പെൺകുട്ടിയെ എത്തിച്ച് പുറത്ത് കിങ്കരന്മാരെ കാവൽ നിർത്തി അകത്ത് ബെഡ്റൂമിൽ ഇദ്ദേഹം
എന്തോ ചെയ്തു. ഭാര്യ അവിചാരിതമായി കയറി വരുന്നു, ഇത് കാണുന്നു. അവർ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുന്നു. ഗണേഷ് കുമാർ ഉത്തരവിടുന്നു. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ പോട്ടെ മാഡം, സാറിനൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. കൊടുക്കാഞ്ഞപ്പോൾ അവരുടെ കൈക്ക് കയറി പിടിക്കുന്നു. ഇതാണ് ബിന്ദു മേനോൻ പറഞ്ഞു വെച്ച കഥ. ഇതല്ല കഥ. ഇനിയൊന്ന് ഇപ്പോഴും അവരുടെ മനസ്സിൽ ഗണേഷ് കുമാറിനോട് അല്പമെങ്കിലും സ്നേഹം ബാക്കി നിൽക്കുന്നത്. അവരെ മർദ്ദിച്ചു എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ നമ്മൾ തിരക്കിയപ്പോൾ പറഞ്ഞത്. ഇവർ കരഞ്ഞുകൊണ്ട് കീഴോട്ട് തറവാടിന്റെ മുറ്റത്ത് നിന്ന് ഓടി റോഡിലേക്ക്. അവരുടെ ബാഗ് വഴിയിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ തിരിച്ചു വിളിച്ചു വരുത്തി. ഇവർ അവരുടെ ബന്ധുവായ മുൻ IG ശ്രീലേഖ IPS വിളിക്കുന്നു. കൗൺസിലറാണ്. അവർ നിയമോപദേശം കൊടുക്കുന്നു. 112 വിളിച്ച് കംപ്ലൈന്റ് പറയുന്നു. പോലീസ് എത്തുന്നു, നാട്ടുകാർ കൂടുന്നു. ആ സമയം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വാഹനത്തിൽ വീട്ടിലുണ്ടായിരുന്ന പെണ്ണിനെ ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂട്ടിക്കൊണ്ടുപോകുന്നു. മന്ത്രി അകത്തുണ്ട്. പോലീസുകാർ വന്ന് സമാധാനിപ്പിച്ച് പോയതിനു ശേഷം ഒരു വണ്ടി പിങ്ക് പോലീസ് എത്തുന്നു. പിന്നീട് ഒരു വണ്ടി മഫ്തിയിലുള്ള പോലീസുകാർ എത്തുന്നു. സംഭവം എന്താ? മന്ത്രിയുടെ പവർ ഉപയോഗിച്ച് FIR ഇടിയിച്ചില്ല. പരാതി വൈകുന്നേരമായപ്പോഴേക്ക് കരഞ്ഞ് കാലിൽ പിടിച്ച് സെറ്റിൽ ചെയ്യിപ്പിച്ചു. പക്ഷെ മന്ത്രിക്ക് തെറ്റി. ഇന്ന് രാവിലെ പൊതുപ്രവർത്തനവുമായി മന്ത്രി ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മീഡിയകൾ രാഹുലിനോട് ചോദിച്ചതുപോലെ രാഹുലേ എന്നല്ല, സാർ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ സാർ എന്ന് വിറച്ചുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഗണേശൻ ഇങ്ങനെ ആവേശം മൂത്തു. കാണികൾ ഒരുപാടുണ്ട്. 112 വിളിച്ചവൾക്ക് വട്ടാണെന്ന് പറഞ്ഞു. ബിന്ദു മേനോന് കൊണ്ടു. ബിന്ദു മേനോൻ സത്യങ്ങൾ ഏഷ്യാനെറ്റിനോട് ആദ്യം പറയുന്നു, പിന്നീട് മറ്റു മാധ്യമങ്ങളോട് പറയുന്നു. ഇതല്ലേ കഥ? ഇതേ കഥയല്ലേ പണ്ട് യാമിനി തങ്കച്ചിയും പറഞ്ഞത് ഇയാളുടെ പരസ്ത്രീ ബന്ധത്തെ പറ്റി അല്ലേ? ഇതേ കഥയല്ലേ ആ വിവാദ നായിക ഒരു രക്തബന്ധത്തിന്റെ കഥ ജനകീയ കോടതി എന്ന പരിപാടിയിൽ വന്നിരുന്നു പറഞ്ഞത്? അപ്പൊ ആർക്കാ ഇവിടെ ധാർമ്മികത വേണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയാൻ ആരും ഉണ്ടായിരുന്നില്ലെന്നേ. ഈ പറയപ്പെടുന്ന ഓഡിയോയും ദൃശ്യങ്ങളും ഒക്കെ വൈറലായി. അയാളും ഈ പറഞ്ഞതുപോലെ ഹു കേഴ്സ് നിലപാടെടുത്തപ്പോഴാണ് പരാതിക്കാർ എത്തിയത്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു MLA ഹോട്ടൽ റൂം വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ആർജവം കാണിച്ച ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വസതിക്ക് അടുത്ത് വിസ്തയുള്ള മന്ത്രിയെ അറസ്റ്റ് ചെയ്യുമോ? പോലീസ് സ്വമേധയാ കേസെടുക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പരാതിക്കാർ വരാതിരുന്ന സാഹചര്യത്തിൽ സ്വമേധയാ കേസെടുക്കാൻ സാധിക്കുമോ എന്ന നിയമോപദേശം തേടിയിരുന്നു പിണറായി സർക്കാർ. ഈ കേസിലും പരാതിക്കാരില്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്തതുപോലെ ഇടതുപക്ഷ മുന്നണിയിലെ കേരള കോൺഗ്രസ് B ഇല്ല. നിങ്ങളുടെ മന്ത്രിസ്ഥാനം പണ്ട് ശശീന്ദ്രൻ പൂച്ചക്കുട്ടി എന്നൊന്ന് വിളിച്ചപ്പോൾ മന്ത്രിസ്ഥാനം പോയത് ഓർമ്മയുണ്ടോ? ജോസ് തെറ്റയിൽ മന്ത്രിസ്ഥാനം പോയത് ഓർമ്മയുണ്ടോ? അതേ രീതിയിൽ പിന്നെ നമ്മുടെ പാവപ്പെട്ട ജയരാജൻ ചിറ്റപ്പൻ മന്ത്രി, ജലീൽ മന്ത്രി, ഇവരുടെയൊക്കെ സ്ഥാനങ്ങൾ തെറിച്ചത് ഓർമ്മയുണ്ടോ? ഇതേ ധാർമ്മികത, ഇതേ ആദർശം പിണറായി വിജയന് കെട്ടുപോയിട്ടില്ലെങ്കിൽ പിണറായി വിജയൻ ഇയാളുടെ ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കണം. MLA സ്ഥാനം രാജിവെപ്പിക്കാൻ പുള്ളിയെ കൊണ്ട് പറ്റില്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ഇയാളെ തന്നെ മത്സരിപ്പിക്കണം. ഇനി വേറെ വല്ല സ്ഥാനാർത്ഥിയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാ. തോൽപ്പിച്ചോളും, ജനം തോൽപ്പിച്ചോളൂ. അതുകൊണ്ടാ പറഞ്ഞത്. അതെ, ഇപ്പൊ ഇതിന്റെ അത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ ആണെങ്കിലും ഗണേഷ് കുമാർ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാൻ യോഗ്യതയില്ലാത്തവരെന്ന് തന്നെ പറയണം. അല്ല, ഇവർക്ക് തമ്മിൽ ചെളിവാരി എറിയാൻ യോഗ്യത ഉണ്ടെന്നേ. അതെ, പൊതുജനത മൈൻഡ് ചെയ്യാതിരുന്നത് അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഏതായാലും രണ്ടുപേരും ഇപ്പോ നമുക്ക് പറയാൻ വേണമെങ്കിൽ KV ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ കാമുകിമാരുടെ കാര്യം, അവരെല്ലാം ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹം അധികാര സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു മാനിപ്പുലേഷന്റെ ഒരു ഫാക്ടർ അതിലുണ്ടാകാം. പക്ഷെ നമുക്കറിയില്ല, ഈ പറഞ്ഞതുപോലെ പരാതികൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ പ്രണയമാണെന്ന്. പ്രണയം എന്നാണ് പറയുക, അത് തന്നെയാണ് രാഹുലും പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അപ്പോ ഇതും അംഗീകരിക്കേണ്ട സാഹചര്യമില്ല. ഇതിൽ പരാതി വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഈ ലൈംഗിക ബന്ധത്തിനോ അല്ലെങ്കിൽ ചൂഷണത്തിനോ കേസ് വരാം. പക്ഷെ ഇപ്പോൾ മർദ്ദിച്ചതിന് കേസ് എടുക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ട് കേസ് എടുപ്പിക്കട്ടെ. അപ്പോഴും രാഹുലിന് ഇത് പറയാൻ എന്ത് യോഗ്യതയാണ്? രാഹുലിനാണല്ലോ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത്. രാഹുലാണല്ലോ ഇതേ വിഷയത്തിൽ അനുഭവിച്ചത്. അപ്പൊ രാഹുൽ പറയും. അതെങ്ങനെയാ? ഇപ്പൊ നമ്മൾ ഈ ബൈറ്റിന്റെ കമന്റ് സെക്ഷൻ ഒക്കെ കണ്ടു. എന്റെ ആ പഴയ രാഹുൽ മോനെ ഞാനിന്ന് TV സ്ക്രീനിൽ കണ്ടു. നല്ല സന്തോഷത്തോടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പുള്ളി നിൽക്കുന്നത്. ഈ കമന്റ് ബോക്സുകൾ നമ്മൾ ഒരുമിച്ചിരുന്നാണ് ഈ കമന്റുകളൊക്കെ വായിച്ചത്. അതിന്റെ കമന്റ് ബോക്സ് അങ്ങനെയാണ് പറയുന്നത്, ഇവന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഞാനൊന്നും പറയുന്നില്ല.
ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ചെളിവാരി എറിയാനുള്ള സ്പേസ് ഉണ്ട്. കമന്റ് ബോക്സുകൾ കണ്ട് സാധാരണക്കാരന് ചിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ ധാർമ്മികത കാണിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അത് കാണിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.